നമ്മുടെ ചന്ദ്രൻ എങ്ങനെ രൂപം കൊണ്ടു എന്നുള്ളതിനെ പറ്റി നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? പല സ്റ്റഡികളും പറയുന്നത് ശതകോടി വർഷങ്ങൾക്ക് മുമ്പായിട്ട് നമ്മൾ ഇന്ന് ജീവിക്കുന്ന നമ്മുടെ ഭൂമി ഉണ്ടല്ലോ, അതിന്റെ ഒരു മറ്റൊരു പതിപ്പായിരുന്നു അത്രയും വർഷങ്ങൾക്ക് മുമ്പുള്ള കാര്യമാണ്. അന്നത്തെ ആ ഭൂമി നമ്മുടെ ചൊവ്വയുടെ വലുപ്പമുള്ള മറ്റൊരു പ്ലാനറ്റ്, ആ പ്ലാനറ്റിനെ പറ്റി ഇപ്പോൾ നമ്മൾ പറയുന്നില്ല, ആ പ്ലാനറ്റിന്റെ പേര് തിയ എന്നായിരുന്നു. ആ പ്ലാനറ്റ് കോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് വന്ന് ഭൂമിയിൽ ഇടിക്കുകയും അങ്ങനെ ആ ഇടിയുടെ കൊളീഷന്റെ ഫലമായിട്ടുണ്ടായ ഒരു വസ്തു പിന്നീട് ആ ഭ്രമണപഥത്തിൽ മറ്റൊരു ഭ്രമണപഥം രൂപം കൊള്ളുകയും അങ്ങനെയാണ് ചന്ദ്രൻ രൂപം കൊണ്ടെന്ന് പറയുന്ന പല തിയറീസും ഉണ്ട്. അപ്പം റീസെന്റ് ആയിട്ട് പബ്ലിഷ് ചെയ്തൊരു സ്റ്റഡി പറയുന്നത് ഈ ഒരു കൂട്ടിയിടി ഉണ്ടല്ലോ, അതായത് പണ്ടത്തെ ഭൂമിയും അതായത് അങ്ങനെ ഇവോൾവ് ചെയ്തുകൊണ്ടിരുന്ന ഭൂമിയും അന്നുണ്ടായിരുന്ന ഒരു തിയ എന്ന് പറയുന്ന ഒരു ഗ്രഹവും തമ്മിൽ കൂട്ടിയിടിച്ചപ്പോൾ ആ കൂട്ടിയിടി പൊതുവായി ഈ ചന്ദ്രൻ രൂപം കൊണ്ടത് വർഷങ്ങൾ കൊണ്ടെന്നല്ല, ഏകദേശം മണിക്കൂറുകൾ കൊണ്ട്, അതായത് ഒരു ദിവസത്തിനുള്ളിൽ തന്നെയാണ് ചന്ദ്രൻ രൂപം കൊണ്ടെന്ന് കാണിക്കുന്ന ഒരു സ്റ്റഡി റീസെന്റ് ആയിട്ട് പബ്ലിഷ് ചെയ്തു. ഈ കാണിച്ചിരുന്ന സ്റ്റഡിയാണത്. അതിനെപ്പറ്റി ഞാൻ കൂടുതലായിട്ട് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. അതിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങൾക്ക് സയൻസ് റിലേറ്റഡ് ആയിട്ടുള്ള ലേറ്റസ്റ്റ് ജേർണൽസിൽ നിന്നുള്ള സ്റ്റഡികൾ ഇഷ്ടമാണെങ്കിൽ, അത്ര ന്യൂസുകൾ ഇഷ്ടമാണെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ സയൻസ്, ടെക്നോളജി, എൻവയോൺമെന്റ് തുടങ്ങിയൊക്കെ ഫോക്കസ് ചെയ്തിട്ടുള്ള ലേറ്റസ്റ്റ് ജേർണൽ ആർട്ടിക്കിൾസ് എന്നുള്ള സ്റ്റഡികൾ എടുത്തിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു പ്രസന്റേഷൻ ആയിട്ട് ചെയ്യുന്നത്. ഒരുപക്ഷെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇവർ പറയുന്ന ഈ സ്റ്റഡിയിൽ പറയുന്നത് നമ്മൾ ഈ മൂൺ ഫോർമേഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള പല സിദ്ധാന്തങ്ങളും പറയുന്നത് ഈ ഭൂമിയും നമ്മുടെ ചൊവ്വയുടെ വലുപ്പം ഉണ്ടായിരുന്ന തിയ എന്ന് പറയുന്ന ഈ ഒരു ഗ്രഹവും തമ്മിൽ കൂട്ടിയിടിക്കുക, അത്ര അവശിഷ്ടങ്ങൾ ഉണ്ടായി മാസങ്ങളോളം അല്ലെങ്കിൽ വർഷങ്ങളോളം സമയം എടുത്തിട്ടാണ് ഈ ഭ്രമണപഥത്തിൽ ഒത്തുചേർന്ന് ഒരു പുതിയ ഒരു ഒബ്ജക്റ്റ് എന്നുള്ള രീതിയിൽ മൂൺ ഉണ്ടായത്, അതായത് ചന്ദ്രൻ ഉണ്ടായെന്ന് പറയുന്ന പല തിയറികളുമുണ്ട്. അതൊക്കെ മാറ്റിമറിക്കുന്ന ഒരു പുതിയ ഒരു സിമുലേഷൻ, ഹൈ റെസൊല്യൂഷൻ സിമുലേഷൻ ഔട്ട്പുട്ടാണ്, ഒരു മാത്തമാറ്റിക്കൽ സിമുലേഷന്റെ സ്റ്റഡിയാണിത്. അതുമായിട്ട് ബന്ധപ്പെടുത്തിയ ഒരു സിദ്ധാന്തമാണ് ഈ ഒരു സ്റ്റഡി മുന്നോട്ട് വെക്കുന്നത്. അതിനെപ്പറ്റി നമുക്ക് വിശദമായിട്ടൊന്ന് നോക്കാം. അപ്പൊ ഈ കാണിച്ചിരിക്കുന്ന സ്റ്റഡി പബ്ലിഷ് ചെയ്തത് ദ ആസ്ട്രോഫിസിക്കൽ ജേർണൽ ലെറ്റേഴ്സ് എന്ന് പറയുന്ന ഈ കാണിച്ചിരിക്കുന്ന സ്റ്റഡിയാണ് പബ്ലിഷ് ചെയ്തത്. ഇതിലെ റിസർച്ചേഴ്സ് എന്ന് പറയുന്നത് UK ചില യൂണിവേഴ്സിറ്റീസ് അല്ല, ഡെറം യൂണിവേഴ്സിറ്റി ഉണ്ട്, പിന്നെ യൂണിവേഴ്സിറ്റി ഓഫ് ഗ്ലാസ്ഗോ എന്നുള്ള റിസർച്ചേഴ്സ് ഉണ്ട്, പിന്നെ നാസയുടെ തന്നെ അമേസ് റിസർച്ച് സെന്റർ എന്ന് പറയുന്ന ആ ഒരു റിസർച്ച് ഓർഗനൈസേഷൻ എന്നുള്ള റിസർച്ചേഴ്സ് ഒക്കെ ചേർന്നിട്ടാണ് ഈ സ്റ്റഡി പബ്ലിഷ് ചെയ്തത്. അപ്പൊ ഇതിലെ റിസർച്ചേഴ്സ് പറയുന്നത് ഈ ഒരു സ്റ്റഡി എന്ന് പറയുന്നത് ചന്ദ്രന്റെ പരിണാമത്തെ പറ്റിയും ചന്ദ്രന്റെ ഫോർമേഷനെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു പുതിയ ഒരു റിസർച്ച് തീം തന്നെ, അതിലേക്കുള്ള ഒരു പുതിയ ശ്രേണി തന്നെ തുറക്കുന്ന തരത്തിലുള്ള സ്റ്റഡിയാണെന്നാണ് റിസർച്ചേഴ്സ് പറയുന്നത്. അപ്പൊ ഈ സ്റ്റഡിക്ക് വേണ്ടി അവർ കമ്പ്യൂട്ടർ സിമുലേഷൻ മോഡൽസ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് വളരെ ഹൈ റെസൊല്യൂഷൻ സിമുലേഷൻ, അതായത് ഭയങ്കര കമ്പ്യൂട്ടേഷണൽ പവർ ആവശ്യമുള്ള സിമുലേഷൻസ് ആണ് ചെയ്തിരിക്കുന്നത്. ഒരുപക്ഷെ മൂൺ ഫോർമേഷനെ പറ്റി ഇത്തരത്തിലുള്ള ഹൈ റെസൊല്യൂഷൻ സ്റ്റഡിയിൽ ആദ്യത്തെ ഒരു സ്റ്റഡിയാണെന്ന് തന്നെ പറയാം. അതായത് അത്രത്തോളം കമ്പ്യൂട്ടേഷണൽ പവർ ആവശ്യമുള്ള ഒരു സ്റ്റാൻഡേർഡ് റെസൊല്യൂഷൻ മോഡൽസിനേക്കാൾ ഹൈ റെസൊല്യൂഷൻ ആയിട്ടുള്ള മോഡൽസ് ഒക്കെ ഉപയോഗിച്ചിട്ടാണ് ഈ സ്റ്റഡി പബ്ലിഷ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇവർ പറയുന്ന മുമ്പുണ്ടായിരുന്ന സ്റ്റഡി പല ഈ തിയറീസും ഒക്കെ സ്റ്റാൻഡേർഡ് റെസൊല്യൂഷൻ മോഡൽസ് ഉപയോഗിച്ചിട്ടാണ്, അതായത് റെസൊല്യൂഷൻ കുറഞ്ഞ മോഡൽസ് ആണ് ഉപയോഗിച്ചത്. അതുകൊണ്ട് തന്നെ പല പ്രോസസ്സുകളും ഇഗ്നോർ ചെയ്യപ്പെടാൻ സാധ്യതയുണ്ട്. പക്ഷേ ഇത്തരത്തിലുള്ള ഹൈ റെസൊല്യൂഷൻ മോഡൽ ഉപയോഗിച്ചപ്പോൾ കൂടുതൽ ആവേശകരമായിട്ടുള്ള റിസൾട്ട്സ് കിട്ടുക. അതുകൊണ്ട് തന്നെ ഈ ഭ്രമണപഥത്തിൽ ചന്ദ്രന്റെ ഫോർമേഷനെ പറ്റി കൂടുതൽ ഇൻഫർമേഷൻസ് ഈ സ്റ്റഡിയിലൂടെ അവർക്ക് കിട്ടിയെന്നാണ് ഈ റിസർച്ചേഴ്സ് എടുത്തു പറയുന്നത്. അവർ പറയുന്നതെന്ന് വെച്ചാൽ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന ഈ സിമുലേഷൻസ് ചന്ദ്രന്റെ ഈ ഒരു ഉത്ഭവത്തെ പറ്റിയും അത് മുമ്പുണ്ടായ വളരെ ഭീമാകാരമായിട്ടുള്ള ഈ ആഘാതങ്ങൾ, പൊല്യൂഷൻ ഉണ്ടല്ലോ, അതിനൊക്കെ വേണ്ടി റൺ ചെയ്യുന്ന പല സിമുലേഷൻ സ്റ്റഡിയേക്കാൾ വളരെ ഹൈ കമ്പ്യൂട്ടേഷൻ പവറും അതിന്റെ അത്രത്തോളം ഹൈ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള പ്രോസസ്സസ് കൺസിഡർ ചെയ്യുന്ന മോഡലാണിത്. അതുകൊണ്ട് മറ്റു പല സ്റ്റഡികളിൽ മുമ്പ് കൺസിഡർ ചെയ്യാത്ത പല പ്രോസസ്സുകൾ ഇതിൽ കൺസിഡർ ചെയ്തിട്ടുണ്ടെന്നാണ് അവർ എടുത്തു പറയുന്നത്. പിന്നെ ഈ ഗ്രഹ രൂപീകരണത്തിനായിട്ട് ബന്ധപ്പെട്ട പല പസിൽസും പല മിസ്റ്ററീസും ഒക്കെ സോൾവ് ചെയ്യാൻ ഈ സ്റ്റഡി കഴിഞ്ഞു എന്നാണ് അവർ പറയുന്ന മറ്റൊരു കാര്യം. അപ്പോൾ ഇതിനെപ്പറ്റി പറയുന്നത് ഈ ഏത് ഗ്രഹത്തിന്റെ, അതായത് മൂണാണെങ്കിലും എന്ത് തരത്തിലുള്ള ഗ്രഹത്തിന്റെയും ചരിത്രത്തെ പറ്റി നോക്കുമ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട മിസ്റ്ററീസും അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട പല തിയറീസും പസിൽസും ഒക്കെ സോൾവ് ചെയ്യുന്നതിന് വേണ്ടി കമ്പ്യൂട്ടർ സിമുലേഷൻ മോഡൽസ് ആണ് ഇന്ന് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ ചന്ദ്രന്റെ ഉത്ഭവത്തെ പറ്റി മനസ്സിലാക്കുന്നതിന് വേണ്ടി അത്തരത്തിലുള്ള മോഡൽസിന് കുറേയേറെ ഇൻപുട്സ് കൊടുക്കണം. പ്രത്യേകിച്ച് നമുക്ക് ചന്ദ്രനെ പറ്റി ഇന്ന് അറിയാവുന്ന കാര്യങ്ങളാണ് അതിന് ഇൻപുട്സ് ആയിട്ട് കൊടുക്കുന്നത്. പ്രത്യേകിച്ച് ചന്ദ്രന്റെ പിണ്ഡം, അതിന്റെ ഭ്രമണപഥം, ചന്ദ്രനിൽ നിന്ന് കിട്ടിയിട്ടുള്ള പാറകളുടെ സാമ്പിളുകളുടെ വിശദമായിട്ടുള്ള അനലൈസ് ചെയ്തിട്ടുള്ള വിശകലനം ചെയ്തിട്ടുള്ള ഡേറ്റ, ഇൻഫർമേഷൻ, അതിനെപ്പറ്റിയുള്ള നമ്മുടെ മറ്റു അറിവുകൾ, ഇതൊക്കെ നമ്മൾ ഇൻപുട്സ് ആയിട്ട് കൊടുത്തിട്ടാണ് ഇന്നത്തെ ഒരു രൂപീകരണം, അന്നത്തെ കാലത്ത് അത് എങ്ങനെ രൂപം കൊണ്ടുവന്നതിനെ പറ്റിയുള്ള സിമുലേഷൻ സ്റ്റഡീസ്, കമ്പ്യൂട്ടർ സിമുലേഷൻ സ്റ്റഡീസ്, അതിന്റെ ഔട്ട്പുട്ടൊക്കെ വരുന്നത്. അപ്പം മുമ്പ് നിലനിന്ന പല സിദ്ധാന്തങ്ങൾക്കും ഈ ചന്ദ്രന്റെ ഒരു പിണ്ഡം, ഭ്രമണപഥം തുടങ്ങിയ കാര്യങ്ങളൊക്കെ വിശദമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിഞ്ഞിരുന്നെങ്കിൽ അതിന് കുറെ ഇഷ്യൂസും ഉണ്ടായിരുന്നു, കുറേയേറെ ഡിസ്പാരിറ്റീസും ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് അവരുടെ
അവരുടെ ഒരു മുൻ തിയറീസിലൊക്കെ അവർ പറയുന്നത് ഈ ചന്ദ്രന്റെ ഒരു ഘടന ഭൂമിയുടെ തുല്യമാകുന്നതിന് കാരണമായിട്ടുള്ള ഒരു മിസ്റ്ററിയെ പറ്റിയാണ് അവർ പ്രധാനമായിട്ട് അവർ ആ തിയറീസ് ഒക്കെ പറയുന്നത്. അതായത് ഈ ഞാൻ പറഞ്ഞ തിയ എന്ന് പറഞ്ഞ പ്ലാനറ്റ് ഒന്ന് ഇടിക്കുകയും അപ്പം അവര് അതിന്റെ ഫലമായിട്ട് ചന്ദ്രനിൽ കിട്ടിയ പല സാമ്പിളുകളിലും പ്രത്യേകിച്ച് ഈ ഐസോട്രോപിക് സിഗ്നേച്ചർ വെച്ചിട്ടാണ് അവർ സ്റ്റഡി നടത്തിയത്. അപ്പം ഇതിന് ചന്ദ്രനിൽ കിട്ടിയ സാമ്പിൾസിനൊക്കെ ഭൂമിയുമായിട്ടൊരു ബന്ധമുണ്ട്, പ്രത്യേകിച്ച് ഐസോട്രോപിക് സിഗ്നേച്ചേഴ്സ് നോക്കുമ്പോൾ. അപ്പൊ ഈ രാസസൂചന കാണിക്കുന്നത് ഇത് ഭൂമിയിൽ ചൊവ്വയിൽ നിന്നോ അല്ലെങ്കിൽ സൗരയൂഥത്തിലെ മറ്റെവിടുന്നോ ഉണ്ടായ ഇമ്പാക്റ്റിൽ നിന്നല്ല മൂൺ ഉണ്ടായെന്നാണ് പറയുന്നത്. അപ്പൊ അത് പൊതുവെ അത്തരം തിയറികളൊക്കെ സപ്പോർട്ട് ചെയ്യുന്നത് ഈ തിയ എന്ന് പറയുന്ന പ്ലാനറ്റ് വന്ന് ഇടിക്കുകയും അങ്ങനെ ഈ ചന്ദ്രൻ നിർമ്മിച്ചിരിക്കുന്ന വസ്തുക്കൾ ഒരുപക്ഷെ ഭൂമിയുടെ ഒരു ഭാഗമോ അല്ലെങ്കിൽ ഈ തിയ എന്ന് പറയുന്ന പ്ലാനറ്റിന്റെ ഒരു ഭാഗവും ചേർന്നിട്ടാണ് ഇതുണ്ടായെന്നാണ് പലതും പറയുന്നത്. ചില തിയറികൾ പറയുന്നത് ഈ തിയ ഇടിയുടെ ആഘാതത്തിൽ തിയ ചെറിയ പാർട്ടിക്കിൾസ് ആയിട്ട് മാറിപ്പോവുകയോ അങ്ങനെ ഒരു ഭ്രമണപഥത്തിലേക്ക് തെറിക്കുകയും അതേസമയം ഭൂമിയിൽ നിന്നുള്ള ചെറിയ വസ്തുക്കളുമായിട്ട് മിക്സ് ചെയ്ത് ആണ് ഈ മൂൺ ഉണ്ടായതെന്നാണ്, സമയമെടുത്താണ് ഉണ്ടായെന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ഒരുപക്ഷെ ഇതിന്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഈ തിയ എന്ന് പറയുന്ന പ്ലാനറ്റിന് ഭൂമിക്ക് തുല്യമായിട്ടുള്ള ഐസോട്രോപിക് ഘടന ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇപ്പൊ കിട്ടിയിട്ടുള്ള എവിഡൻസുകൾ സത്യമായി വരാൻ സാധ്യതയുള്ളൂ. മാത്രമല്ല ഈ പണ്ടത്തെ സിദ്ധാന്തങ്ങളിൽ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ചെയ്തിരിക്കുന്നതെന്ന് വെച്ചാൽ ചന്ദ്രനെ സിമുലേറ്റ് ചെയ്യാനായിട്ട് അവർ ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ ഭൂമിയുടെ ഒരു മെറ്റീരിയൽസ് ഉണ്ടായത് പ്രത്യേകിച്ച് ഇതിന്റെ ഒരു പുറംപാളികളിൽ മാത്രമാണ് ഭൂമിക്ക് തുല്യമായിട്ടുള്ള മെറ്റീരിയൽസ് ഉണ്ടായെന്നൊക്കെയാണ് പഴയ തിയറികളിൽ പറയുന്നത്. പക്ഷെ ഈ ഘടനയൊക്കെ ഒന്ന് വിശദീകരിക്കാനും വ്യക്തമായി വിശദീകരിക്കാനും ഒക്കെ ഈ ഒരു പുതിയ സിദ്ധാന്തത്തിന് കഴിയുമെന്നാണ് അവർ പറയുന്നത്. പിന്നെ വേറൊരു തിയറി ഉണ്ട് ഈ മൂൺ ഫോർമേഷനോട് ബന്ധപ്പെട്ട്, അതിനെ സിനസ്റ്റിയ മോഡൽ എന്നാണ് പറഞ്ഞത്. സിനസ്റ്റിയ ആസ്ട്രോഫിസിക്സ് എന്നൊക്കെ നീ കേട്ടിട്ടുണ്ട്. അതെന്ന് വെച്ചാൽ ഈ കൂട്ടിയിടിയുടെ ഫലമായിട്ട് ഞാൻ പറഞ്ഞതുപോലെ ചെറിയ പാളികളും പൊടികളുമായിട്ട് മാറിപ്പോവുകയും അങ്ങനെ ഈ കൂട്ടിയിടിയിൽ നിന്നുണ്ടായപ്പെട്ട ബാഷ്പീകരിക്കപ്പെട്ട പാറകൾ ഒരു ചുഴി പോലെ, ഒരു ഫണൽ രൂപത്തിൽ ചുഴി പോലെ രൂപം കൊള്ളുകയും ആ ചുഴിക്കുള്ളിലാണ് ഇതെല്ലാം കൂടെ പിന്നീട് കൂടിച്ചേർന്ന് ചന്ദ്രൻ രൂപം ഉണ്ടെന്ന് പറയുന്ന ഒരു തിയറി ഉണ്ട്. അതിനെ സിനസ്റ്റിയ മോഡൽ എന്നാണ് പറയുന്നത്. പക്ഷെ ആ ഒരു സിദ്ധാന്തത്തിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ശരിയാണെങ്കിൽ അതിന്റെ മറ്റെല്ലാ കാര്യങ്ങളും അത് വ്യക്തമായി എക്സ്പ്ലെയിൻ ചെയ്യുമെങ്കിലും ഈ ചന്ദ്രന്റെ യഥാർത്ഥ ഭ്രമണപഥം ഉണ്ടല്ലോ, ഇപ്പോഴത്തെ ഒരു ഭ്രമണപഥം, അതെങ്ങനെ ആ ഒരു ഭ്രമണ രൂപത്തിലുള്ള ഒരു സിറ്റുവേഷനിലാണ് അത് ഫോം ചെയ്തതെങ്കിൽ ഇന്നത്തെ ഒരു ഭ്രമണപഥം എങ്ങനെ കിട്ടിയെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ ആ സിനസ്റ്റിയ മോഡലിന് കഴിയില്ല. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ രണ്ട് പ്രശ്നങ്ങളുണ്ട് പഴയ സിദ്ധാന്തങ്ങൾക്കെല്ലാം. അതായത് എങ്ങനെയാണ് ഭൂമിയുടെ ഒരു പാർട്സ് അല്ലെങ്കിൽ ഭൂമിക്ക് തുല്യമായിട്ടുള്ള ഐസോട്ടോപ്സ് ചന്ദ്രനിൽ വന്നു എന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയില്ല, അല്ലെങ്കിൽ ഈ ഭ്രമണപഥം എങ്ങനെ കിട്ടിയെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനും ബുദ്ധിമുട്ടാണ് പല തിയറീസിനും. പക്ഷെ ഇത്തരത്തിലുള്ള ഈ എക്സ്പ്ലെയിൻ ചെയ്ത ഈ സ്റ്റഡിയിൽ കാണിച്ചിരിക്കുന്ന വളരെ ഹൈ റെസൊല്യൂഷൻ മോഡൽസ് ഉപയോഗിച്ചിട്ടുള്ള വളരെ പെട്ടെന്ന് ചന്ദ്രൻ രൂപീകരിച്ചെന്ന് പറയുന്ന, അതും ഒറ്റ ഘട്ടമായിട്ട് രൂപീകരിച്ചു എന്ന് പറയുന്ന ഈ ഒരു സ്റ്റഡി ഉണ്ടല്ലോ, അത് ഞാൻ നേരത്തെ പറഞ്ഞ രണ്ട് പ്രശ്നങ്ങളും വളരെ വ്യക്തമായിട്ടും മനോഹരമായിട്ടും എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയുന്നുള്ളതാണ് ഈ സ്റ്റഡിയുടെ ഒരു പ്രത്യേകത. അത് മാത്രമല്ല ചന്ദ്രനെ പറ്റി പരിഹരിക്കപ്പെടാത്ത മറ്റു പല നിഗൂഢതകൾക്കും ഉത്തരം കണ്ടെത്താനും ഈ ഒരു പ്രപ്പോസ് ചെയ്ത സ്റ്റഡി കഴിയുമെന്നാണ് പറയുന്നത്. പ്രത്യേകിച്ച് ചന്ദ്രന്റെ ഒരു ചരിഞ്ഞ ഒരു ഭ്രമണപഥത്തെ പറ്റിയും അല്ലെങ്കിൽ ചന്ദ്രന്റെ ഒരു പുറംതോടിന് കട്ടി കുറവാനുള്ള സാധ്യതയെ പറ്റിയൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യാൻ ഈ സ്റ്റഡി കഴിയുമെന്നാണ് പറയുന്നത്. മാത്രമല്ല ചന്ദ്രന്റെ മറ്റൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ചന്ദ്രന്റെ ഒരു ഉത്ഭവം ഉണ്ടല്ലോ, അതെന്ന് പറഞ്ഞത് പൂർണ്ണമായും ഒരുങ്ങാത്തൊരവസ്ഥയാണുള്ളത്. അതിലേക്ക് നയിക്കാനുണ്ടായ സാഹചര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയത്തക്ക രീതിയിലാണ് ഈ സ്റ്റഡി അവർ സിമുലേറ്റ് ചെയ്തെടുത്തേക്കുന്നത്. പക്ഷേ ഈ സ്റ്റഡി ഒരു എന്താണ് പറയുക, കമ്പ്യൂട്ടർ സിമുലേഷൻ എന്നുള്ള രീതിയിൽ ഒരു തിയറം എന്നുള്ള രീതിയിൽ ഉണ്ടെങ്കിൽ പോലും അത് ശരിക്കും വാലിഡേറ്റ് ചെയ്തിട്ടില്ല ഈ സ്റ്റഡിയിൽ. അത് വാലിഡേറ്റ് ചെയ്യണമെങ്കിൽ ഒരുപക്ഷെ ചന്ദ്രനിൽ നിന്നുള്ള കൂടുതൽ സാമ്പിൾസ് ഒക്കെ അനലൈസ് ചെയ്യണം. അതായത് ഇതിന് ഭാവിയിൽ നാസയുടെ കുറെ മിഷൻസ് ഉണ്ട്, പ്രത്യേകിച്ച് ആർടെമിസ് മിഷൻസ് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. അത്തരത്തിലുള്ള മിഷൻസിൽ നിന്ന് കളക്ട് ചെയ്യുന്ന സാമ്പിൾസ് ഭൂമിയിലേക്ക് കൊണ്ടുവന്ന് ഭാവിയിൽ നമ്മൾ ഇത്തരത്തിലുള്ള ചന്ദ്ര സാമ്പിളുകളൊക്കെ വിശകലനം ചെയ്തിട്ട് ചന്ദ്രന്റെ ഉപരിതലത്തിന്റെ വളരെ ആഴമുള്ള ഭാഗത്തു നിന്നും കിട്ടിയ സാമ്പിളൊക്കെ അനലൈസ് ചെയ്തിട്ട് മാത്രമേ ഈ തിയറി ശരിയാണോ അതോ പഴയ തിയറികളാണോ ശരി എന്നൊക്കെ വ്യക്തമായിട്ട് അനലൈസ് ചെയ്യാൻ കഴിയൂ എന്നാണ് റിസർച്ചേഴ്സ് പറയുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള വളരെ വിശദമായിട്ടുള്ള ഈ ഡേറ്റ കിട്ടിയതിനു ശേഷമാണ് ഇത്തരത്തിലുള്ള സിമുലേഷൻ സാഹചര്യങ്ങളുമായിട്ട് അത് പൊരുത്തപ്പെടുന്നുണ്ടോ അല്ലെങ്കിൽ വാലിഡേറ്റ് ചെയ്യാൻ കഴിയുമോ എന്നൊക്കെ നമുക്ക് അനലൈസ് ചെയ്യാൻ കഴിയുമെന്നും അതിനുശേഷം അത് ശരിയാണെങ്കിൽ തന്നെ ഈ ചന്ദ്രൻ എങ്ങനെയാണ് പരിണമിച്ച് ഇന്നത്തെ ഒരു രൂപത്തിലേക്ക് മാറിയതിനെ പറ്റിയുള്ള കൂടുതൽ വിശദമായിട്ടുള്ള നോളജ് കിട്ടുമെന്നും ചന്ദ്രന്റെ കോടിക്കണക്കിന് വർഷത്തെ ചരിത്രത്തെ പറ്റി വ്യക്തമായ ഒരു നോളജ് നമുക്ക് അത്തരത്തിൽ ഈ സിമുലേഷൻ സ്റ്റഡിയും പിന്നീട് വാലിഡേറ്റ് ചെയ്യാൻ കഴിയുന്ന ഡേറ്റയും നമ്മൾ ഒരുമിച്ച് ചേർത്താൽ കിട്ടുമെന്നൊക്കെയാണ് റിസർച്ചേഴ്സ് പറയുന്നത്. അപ്പോൾ എല്ലാവരുടെയും സംശയം എന്തിനാണ് നമ്മളിങ്ങനെ ചന്ദ്രനെ പറ്റി കൂടുതൽ പഠിക്കുന്നത് എന്നുള്ളതായിരിക്കും. പക്ഷേ ഇത്തരത്തിലുള്ള സ്റ്റഡികളുടെ ഒരു ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മുടെ ഭൂമിയെ പറ്റിയുള്ള കൂടുതൽ നോളജ് കിട്ടുമെന്നാണ് അവർ പറയുന്നത്. പ്രത്യേകിച്ച് നമ്മുടെ ഭൂമിയിൽ ഇന്ന് ജീവൻ നിലനിൽക്കുന്നുണ്ട്, പക്ഷേ മൂണിലും മറ്റ് പ്ലാനറ്റുകളിലും ജീവനില്ല. ഒരു പക്ഷേ നമ്മുടെ ഭൂമി എങ്ങനെയാണ് ഇവോൾവ് ചെയ്ത് ഇന്നത്തെ ഒരു അവസ്ഥ, അതായത് ജീവനെ സപ്പോർട്ട് ചെയ്യാൻ കഴിയുന്ന ഒരു അവസ്ഥയിലേക്ക് മാറി
മാറിയത് എന്ന് കൂടുതൽ പഠിക്കാനുള്ള ഒരു സിന്തറ്റിക് ഡാറ്റയായിട്ട് നമുക്ക് മൂണിന്റെ ഡാറ്റ ഉപയോഗിക്കാം എന്നുള്ളതുകൊണ്ടാണ് ആൾക്കാർ മൂണിനെ പറ്റി കൂടുതൽ സ്റ്റഡി നടത്തുന്നത്. അതായത് ചന്ദ്രൻ എങ്ങനെ ഉണ്ടായി, അല്ലെങ്കിൽ മൂൺ എങ്ങനെ ഉണ്ടായി, അതെങ്ങനെ പരിണമിച്ചു എന്നതിനെ പറ്റി നമ്മൾ പഠിക്കും തോറും നമ്മുടെ ഭൂമിയുടെ പരിണാമത്തെ പറ്റിയാണ് നമ്മൾ കൂടുതൽ ഇൻഡയറക്റ്റ് ആയിട്ട് ഇൻഫർമേഷൻ കിട്ടുന്നതെന്നാണ് റിസർച്ചേഴ്സ് എടുത്തു പറയുന്നത്. കാര്യം ഈ സെലസ്റ്റിയൽ ബോഡീസ് ഒക്കെ ഉണ്ടല്ലോ നമ്മുടെ കോസ്മോസിലുള്ള, അതിലെല്ലാം തന്നെ വളരെ സമാനമായതും വളരെ വ്യത്യസ്തമായിട്ടുള്ള വിവിധ തരത്തിലുള്ള കൂട്ടിയിടികൾ നടക്കുന്നുണ്ട് നമുക്ക് ചുറ്റും. അത്തരത്തിലുള്ള ഒരു കൂട്ടിയിടിയാണല്ലോ ഞാൻ നേരത്തെ പറഞ്ഞ തിയ എന്ന് പറയുന്ന പ്ലാനറ്റും ഭൂമിയുമായിട്ടുണ്ടായത്. അപ്പൊ ഇത്തരം കഥകളിലൂടെ നമ്മൾ സയന്റിഫിക് എവിഡൻസസ് കിട്ടുമ്പോൾ നമ്മുടെ കോസ്മോസിനെ പറ്റി കൂടുതൽ നോളജ് കിട്ടുമെന്നാണ് റിസർച്ചേഴ്സ് പറയുന്നത്. അതായത് കുറേയേറെ കൂട്ടിയിടികൾ നമ്മുടെ കോസ്മോസിൽ ഏതോ ദിവസം നടക്കാറുണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ള ഈ ഗ്രഹ മെറ്റീരിയൽസ് ഉണ്ടല്ലോ, ഗ്രഹങ്ങളും അല്ലെങ്കിൽ അസ്ട്രോയിഡ്സും കോമറ്റ്സും ഒക്കെ കൂട്ടിയിടിക്കാറുണ്ട്. അപ്പം ഇത്തരത്തിലുള്ള ആഘാതങ്ങൾ ഉണ്ടാക്കുന്ന സ്വാധീനവും ഭൂമിയും തീയുമായിട്ടുള്ള ബന്ധവും, അതായത് അത് ചന്ദ്രനെ പറ്റി കൂടുതൽ പഠിച്ചാൽ എങ്ങനെയാണ് അത് ഉണ്ടായതെന്ന് മനസ്സിലാക്കാൻ കൂടുതൽ കഴിയുമെന്നൊക്കെയാണ് റിസർച്ചേഴ്സ് എടുത്തു പറയുന്നത്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സ്റ്റഡി ആയതുകൊണ്ടാണ് നിങ്ങളെ പരിചയപ്പെടുത്താമെന്ന് കരുതിയത്. പിന്നെ ഈ സ്റ്റഡിയെ പറ്റി പറയുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വളരെ ഹൈ സിമുലേഷൻ മോഡൽസ് ഒക്കെയാണ് യൂസ് ചെയ്ത്. ഡൈറാക്ക് എന്ന് പറയുന്ന ഒരു ഹൈ പെർഫോമൻസ് കമ്പ്യൂട്ടിംഗ് ഫെസിലിറ്റി ഉണ്ട്, അതായത് UK ഡെറാം യൂണിവേഴ്സിറ്റിയിൽ. അതാണ് അവർ യൂസ് ചെയ്തത്. അതിനുവേണ്ടി കൊളാബറേറ്റ് ചെയ്ത് നാസയും ഞാൻ പറഞ്ഞ നമ്മുടെ ഡെറാം യൂണിവേഴ്സിറ്റിയും, പിന്നെ അതിനുവേണ്ടി അവർ സ്വിഫ്റ്റ് എന്ന് പറയുന്ന ഒരു ഹൈ പെർഫോമിംഗ് സിമുലേഷൻ കോഡൊക്കെ യൂസ് ചെയ്തു. അതിൻ്റെ ഒരു ഫുൾ ഫോം എന്ന് വെച്ച് കഴിഞ്ഞാൽ SPH വിത്ത് ഇന്റർ ഡിപെൻഡന്റ് ഫൈൻ ഗ്രെയിൻഡ് ടാസ്കിംഗ് കോഡ് എന്നാണ് പറയുന്നത്. അത് ഉപയോഗിച്ചിട്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഡൈറാക്ക് എന്ന് പറയുന്ന ഹൈ മെമ്മറി ഉള്ള ഒരു സിസ്റ്റമാണത്. ഇതിന്റെ പേര് കോസ്മ എന്നുള്ള രീതിയിലാണ് അതിനെ അറിയപ്പെടുന്നത്. അതായത് ഡൈറാക്കിന്റെ ഫുൾ ഫോം നമുക്ക് കേട്ടിട്ടുണ്ടാകും, ഡിസ്ട്രിബ്യൂട്ടഡ് റിസർച്ച് യൂട്ടിലൈസിംഗ് അഡ്വാൻസ് കമ്പ്യൂട്ടേഷൻ മെമ്മറിയാണ്. ആ ഫെസിലിറ്റി ഉള്ള ഒരു ഡൈറാക്ക് ഹൈ പെർഫോമിംഗ് കമ്പ്യൂട്ടേഷൻ ഫെസിലിറ്റി ഉപയോഗിച്ചിട്ടാണ് ഇവർ ഈ സ്റ്റഡി നടത്തിയത്. വളരെ ഹൈ കമ്പ്യൂട്ടേഷണൽ പവർ ഇതിനു വേണ്ടി യൂസ് ചെയ്തിട്ടുണ്ട്. ഒരു പക്ഷേ ഈ സ്റ്റഡി പറയുന്നതെന്ന് വെച്ചാൽ പണ്ടത്തെ തിയറീസ് പറയുന്നത് പോലെ വർഷങ്ങളോ മാസങ്ങളോ കഴിഞ്ഞല്ല മൂൺ ഉണ്ടായത്. ഒരു കൂട്ടിയിടി ഉണ്ടായി വിത്തിൻ അവേഴ്സിനുള്ളിൽ തന്നെ മൂൺ ഉണ്ടായെന്ന് പറയുന്ന ഒരു സ്റ്റഡിയാണിത്. നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. ഇത്തരത്തിലുള്ള സ്റ്റഡികൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ എൻ്റെ ചാനലിലെ മറ്റ് വീഡിയോസ് നോക്കുക. ഞാൻ സയൻസ്, ടെക്നോളജി, എൻവയോൺമെന്റ് ഒക്കെ ഫോക്കസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് എൻ്റെ ചാനൽ ഉൾപ്പെടുത്താറുള്ളത്. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായിട്ട് ഞാൻ വീണ്ടും നിങ്ങളുടെ അടുത്തേക്ക് വരാം. അതുവരെ നന്ദി, നമസ്കാരം.